ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് വരട്ടിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ്റെ നെയ്യ് തന്നെയാണ്. അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ പാർട്സ് ഒന്ന് ഈ നെയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് മസാലയിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുന്നത്. ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിത് ചിക്കൻ്റെ നെയ്യിനെ കിട്ടിയും കൊണ്ട് അതിൽ തന്നെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലിട്ട് ചിക്കൻ ചൂടാക്കുമ്പോഴേ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ. അപ്പോൾ ചിക്കൻ്റെ പാർട്സൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു ഷാലോ ഫ്രൈ അറിയില്ലേ, അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ പാർട്സത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആ നെയ്യിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷമാണ് സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു വലിയ സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ പിടി ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വേവാനായിട്ട്. പിന്നെ ചിക്കൻ ഇതിലേക്ക് ഇടുമ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ചിക്കൻ്റെ പാർട്സിലേക്ക് പിടിക്കാനായിട്ടും കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പൊടികളുടെയൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാലയൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, പൊടിച്ചതോ അങ്ങനെയൊന്നുമല്ല, അത് മുഴുവൻ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് പെരുംജീരകം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഇടുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ അങ്ങനെയല്ല ഇട്ടുന്നത്, മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കിയെടുത്ത ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മുഴുവനും വെള്ളം വറ്റിച്ചെടുത്തിട്ടില്ല, കുറച്ച് വെള്ളം ഉണ്ട്. അതൊന്ന് ഇതിലേക്ക് ഈ ചിക്കൻ്റെ പാർട്സിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട, അതുപോലെ തന്നെ പത്തിരി, ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർട്സ് വരട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ വരട്ടിയത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.